മാസക്കാലം നീണ്ടുനിന്ന വീറും വാശിയുമേറിയ പോരാട്ടത്തിനൊടുവിലാണ് സംസ്ഥാനത്ത് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുന്നത്. 7 ജില്ലകളിലാണ് ഏകദേശം 1,32,00,000 വോട്ടർമാർ സമ്മതിദാനം നിർവഹിക്കാനായി നാളെ പോളിംഗ് ബൂത്തുകളിൽ എത്തുകയാണ്. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ വിഷയങ്ങൾ, ചൂടേറിയ രാഷ്ട്രീയ വിഷയങ്ങളും വിവാദങ്ങളൊക്കെ കത്തിക്കേറിയ പ്രചാരണത്തിനൊടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറെയും തദ്ദേശ സ്ഥാപനങ്ങളിൽ മേൽക്കൈ ഇടതുപക്ഷത്തിനാണെങ്കിലും ഇത്തവണ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെയും സർക്കാരിന് വലിയ രീതിയിലാണ് തിരിച്ചടിയുണ്ടായത്. പക്ഷെ അപ്പോഴൊക്കെ തന്നെയും വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളൊക്കെ ഊന്നി പറഞ്ഞാണ്, ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളൊന്നും തന്നെ ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നൊരു കണക്കുകൂട്ടലിലാണ് LDF. മറുഭാഗത്ത് UDF ആകട്ടെ പലയിടങ്ങളിലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തിലേറാനും ഭരണം തിരിച്ചുപിടിക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ, ഈ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ 3 കോർപ്പറേഷൻ, തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷൻ. ഇതിൽ കൊച്ചി കോർപ്പറേഷൻ വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുകയാണ്. അവിടെ ഭൂരിപക്ഷം കുറവാണ് LDFന് കഴിഞ്ഞ തവണ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണത്തിലേറാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF. പലയിടത്തും നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലുണ്ട്. പ്രത്യേകിച്ച് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. BJP ആകട്ടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നിലവിലവർ പ്രതിപക്ഷത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൃത്യമായി തന്നെ ഭരണത്തിലേറാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളുടെയും ഗുണഫലങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് വോട്ട് തേടാൻ എത്തിയത്. ഒപ്പം തന്നെയും പല നിർണായകമായ പല സ്ഥലങ്ങളിലും CPM കോൺഗ്രസ് ഡീൽ എന്നൊരു വിഷയം കൂടി പ്രചാരണ ആയുധമാക്കാനും കൃത്യമായി BJPക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നിലവിൽ മുനിസിപ്പാലിറ്റി ഈ നാളെ നടക്കുന്ന 7 ജില്ലകളിൽ അടൂർ മുനിസിപ്പാലിറ്റിയാണ്, പന്തളം മുനിസിപ്പാലിറ്റിയാണ് നിലവിൽ BJPക്ക് ഭരണമുള്ളത്. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ, വർക്കല മുനിസിപ്പാലിറ്റികളിലൊക്കെ തന്നെ BJPക്ക് ഏറെ നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ തന്നെയും ഭരണത്തിലേറാൻ കഴിയുമെന്ന കണക്കൂട്ടലും പ്രതീക്ഷയിലുമാണുള്ളത്. എന്തായാലും നാളെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ 3 മുന്നണികൾ കൃത്യമായ കണക്കൂട്ടലിൽ തന്നെയാണ്, അതിലേറെ തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്.